ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വലിയ ഹൈപ്പി റിലീസാകാൻ പോകുന്ന ഒരു പടമാണ് ബബ്ബബ്ബ. ഇന്ന് അതിൻ്റെ ഒരു ടീസർ റിലീസാക്കിയിട്ടുണ്ട്. ടീസർ ഞാൻ മറ്റേ പരിപാടി കാണിക്കുന്നില്ല, എന്തുവാ നമ്മൾ വീഡിയോ കാണിച്ച് പറയുന്നില്ല. ഞാൻ എൻ്റെ ടീസർ കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നി ആ ഒരു റിയാക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡയറക്ടർ ധനഞ്ജയ് ശങ്കറും ഇതിനകത്ത് ഒറിജിനൽ സ്കോർ ഇതിനകത്ത് ഇട്ടേക്കുന്നത് കൊള്ളാം. അത് ചെയ്തേക്കുന്നത് ഷാൻ റഹ്മാനാണ്. അതിൻ്റെ മ്യൂസിക്കൊക്കെ കൊള്ളാം. ഈ ഒരു ടീസറിന് അനുയോജ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇവർ ആദ്യമേ ഒരു ഹൈപ്പിന് വേണ്ടി ഒരു പോസ്റ്റർ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ജീപ്പിൻ്റെ മണ്ടേ പുള്ളി ഇരിക്കുന്നതായിട്ട്. അത് ജീപ്പിൻ്റെ അല്ലല്ലോ, ജിപ്സി, നമ്മുടെ തളപതി വിജയണ്ണൻ്റെ ഗില്ലിയുടെ റെഫറൻസ് വെച്ച് ഒരു പോസ്റ്റർ വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് ഡീകോഡിങ് ചെയ്ത് ഈ ഒരു പടത്തിൻ്റെ ഹൈപ്പ് വേറെ ലെവലിൽ പോയതാണ്, വേറെ ലെവലിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത സമയത്ത് ലാലേട്ടൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ് അപ്പിയറൻസി. എന്നിട്ട് ഇപ്പം ഇത്രയും ഹൈപ്പ് വന്നിട്ടുണ്ട് പടത്തിന്. ഇത് പുള്ളിയുടെ മാത്രം ഹൈപ്പല്ല, ഈ പടത്തിനകത്ത് വിജയ് വെച്ചൊരു ഹൈപ്പ് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാലേട്ടനെ വെച്ച് ഹൈപ്പ് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടീസറിലോട്ട് കിടക്കാം. ടീസറിനകത്ത് വിനീത് ശ്രീനിവാസനെ കാണിക്കുന്നുണ്ട്, ധ്യാൻ ശ്രീനിവാസനെ കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ രണ്ടുപേർക്കും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇവരുടെ പടം വന്ന അത്യാവശ്യം ഫാമിലി പ്രേക്ഷകർ കയറുന്നു. ഞാൻ പ്രത്യേകിച്ച് ധ്യാനിൻ്റെ പടത്തിന് ഇപ്പോൾ പടം ഫ്ലോപ്പ് ആണെങ്കിലും പുള്ളിയുടെ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അശോകനെ കാണിക്കുന്നുണ്ട്, സപ്പോർട്ടിങ് ആക്ടറായിട്ട് അശോകനെ. ബൈജു സന്തോഷ് പുള്ളിയെ കാണിക്കുന്നുണ്ട്. ഇവരെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ടൈറ്റിൽ കാണിക്കുക ജനപ്രിയ നായകൻ ദിലീപ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇത്രയും പേര് ഉള്ളപ്പോൾ ഇവരുടെ മാത്രം ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ലാലേട്ടനെ വെച്ചിട്ട് ഈ പുള്ളിയുടെ മാത്രം സിനിമയായിട്ട് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? അതാണ് എനിക്ക് ഇതിനകത്തൊരു കല്ലേടിയായിട്ട് തോന്നിയത്. പക്ഷേ ടീസർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ഥിരം പരിപാടികൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്തോ കോമാളിത്തരം കാണിക്കുന്ന ആ പരിപാടി തന്നെ. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് ഇത് സമയം, ഈ കോമാളിത്തരം കാണിക്കേണ്ട സമയം കഴിഞ്ഞ്, പണ്ടത്തെ സമയമല്ല. ഇപ്പോഴത്തെ റോളിൽ നിന്നുകൊണ്ട് പടം ചെയ്യണമെന്ന് ഞാനൊരു നേരത്തെ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ചേരുന്ന ഇഷ്ടംപോലെ റോളുകളുണ്ട്. മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞമ്പറ്റിനകത്ത് ചെയ്തേക്കുന്ന സുരാജ് ചെയ്തേക്കുന്ന ആ ക്യാരക്ടറൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ചെയ്യും. പക്ഷേ ആ കോമാളിത്തരം കാണിക്കും. ഇതിനകത്തൊരു ഒരു പെരട്ട വിഗ്ഗും വെച്ച് പുള്ളി എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ആക്ഷൻ സീൻ കാണിക്കുന്നുണ്ട്. ആ പരിപാടിയൊക്കെ വിട്ടിട്ട് ആ എഡിറ്റിംഗ് അറിയാവുന്നവർക്ക് അറിയാം പുള്ളിയെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്കറിയാം, കാണുന്ന കുറേ പേർക്ക് അറിയാം. പക്ഷേ ആ എഡിറ്റിങ്ങിൻ്റെ ബലത്തിൽ അത് കാണിച്ചു വെച്ചേക്കാം. അങ്ങനെ ചെയ്തിട്ട് എന്തോ കാര്യം? അങ്ങനെയാണെങ്കിൽ ആ എഡിറ്റിംഗ് ചെയ്യാതെ പുള്ളിക്ക് ആക്ഷൻ എന്ന് വെച്ചാൽ പുള്ളിയെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി എഡിറ്റ് ചെയ്യാതെ കാണിച്ചെങ്കിൽ അത് പിന്നെയും വിശ്വസിക്കായിരുന്നു. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നും അറിയാത്ത കുറേ പേര് കാണുന്നുണ്ട്, അവർക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു സ്ഥിരം പരിപാടികളെല്ലാം ഈ ടീസറിൽ കാണിക്കുന്നുണ്ട്. കോമഡിത്തരവും എല്ലാം കാണിക്കുന്നുണ്ട്. ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്ത് ഇറക്കിയേക്കുന്ന പടമെന്ന് തോന്നുന്നു. പിന്നെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി വിജയുടെ റെഫറൻസും ഉണ്ട്, ലാലേട്ടൻ്റെ റെഫറൻസും ഉണ്ട്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ കൊടുത്തേക്കുന്ന ദിലീപിൻ്റെ ക്യാരക്ടർ വെച്ചാണ് ചെയ്യുന്നത്. ഇവരെ എല്ലാവരെയും ഒതുക്കിയിട്ട് ദിലീപിനെ മാത്രം വെച്ചാണ് പടം കാണിക്കുന്നത്. അത് ഉള്ള ശരിയായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കൊരു ആവറേജ് താഴെ നിൽക്കുന്ന ഒരു ടീച്ചറായിട്ടാണ് എനിക്ക് ബബ്ബബ്ബയുടെ ഇത് തോന്നിയത്. പിന്നെ ഇത്രയേ ഉള്ളൂ, ഒരു ആവറേജ് ഒരു ടീച്ചർ. ഇനി പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങുമ്പം ഇനി ട്രെയിലർ വരുമ്പോൾ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതേ.